ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്കറിയാം സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടത്തുന്നത്. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ടിക്ടോക്ക്, ഫേസ്ബുക്ക് ഇത് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയന്റെ അപ്പുറത്തേക്ക് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള ഒരു മീഡിയയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുറെ വയസ്സായിട്ട് അല്ലെങ്കിൽ ഞാൻ കുറെ ഏജ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ എൻ്റെ മെമ്മറി. ഹായ് ഗൈസ്, നമസ്കാരം. കേരളം ഒട്ടാകെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സർജറി കേസ് ആയിരിക്കും നമ്മളുടെ ജാസിയുടെ സർജറി കേസ്. ഇവൻ ഞാനും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് 1-2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ജാസി എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഓർ ഇൻസ്റ്റഗ്രാം ഏതോ ഒരു ലൈവിൽ വന്ന സമയത്ത് ജാസി ഈ സർജറി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സർജറീൻ്റെ ഒരു ടോപ്പിക്ക് മെയിൻ ഡിസ്കഷൻ ആയത് പൈച്ചു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ആൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ജാസി സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ റെനെ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് സർജറീനെ കുറിച്ച് അന്വേഷിച്ച ഒരു ഭാഗം. അപ്പോൾ അതാണ് അത്യാവശ്യം ഒന്ന് വൈറലായിട്ട് ഡിസ്കഷനിലോട്ടും ചർച്ചയിലോട്ടും പോയത്. ഈവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരെ എടുത്തുകൊണ്ട് ട്രോളും ഡിസ്കസും ചെയ്തിട്ടുള്ള ഒരു കോണ്ടൻറ്റ് തന്നെയാണ് ഈ ജാസിയുടെ വിഷയം. എന്നാൽ ഇന്ന് ആദ്യമായിട്ട് ജാസി ലൈവിൽ വന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിറ്ററലി ഇത് കേട്ട സമയത്ത് ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിൽ വന്നത് ഇത് പൊട്ടനായി അഭിനയിക്കുക ഈ സാധനം എൻ്റെ മനസ്സിൽ വന്നത്. കാരണം സ്വന്തം കുഴി വീണ്ടും 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 തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു തോണ്ടൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. പിന്നെ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടു. കയ്യിൽ എന്താ പറ്റിയത് ചോദിച്ചിട്ട്. ഞാൻ കറൻ്റ്ലി ഓൺ സിക്ക് ലീവാണ്, ബെഡ് റെസ്റ്റ് ആണ്, ചില ഹെൽത്ത് റിലേറ്റഡ് കോംപ്ലിക്കേഷൻ. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഐവ് എടുക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ ഒരു സാധനം കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോട്ടുവായ കിട്ടും. കാരണം രാവിലെ പോയിട്ട് ഒരു 2 ഐവ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അത് ഭയങ്കര സെഡേഷനുള്ള മരുന്നാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഈ ഉറങ്ങി മടുത്തപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ വന്നെടുക്കാം, കുറച്ച് എനർജി ആവുമല്ലോ എന്ന്. സൗണ്ട് വളരെ ദയനീയമാണ്, സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഉള്ള സൗണ്ടിൽ നമുക്ക് നോക്കാം. സോ ഗൈസ്, ആദ്യം നമുക്ക് ജാസിയുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ സ്റ്റാഫ് തന്നെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല. നമ്മൾ ചെയ്ത മേജർ സർജറികൾ, അത് ഈ സർജറി എന്നല്ല, അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ അത് പറയത്തില്ല. അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ എത്തിക്സിന് ഭയങ്കര റോങ് ആണത്, അതൊരിക്കലും പറയില്ല. പിന്നെ ജാസി ഫസ്റ്റ് ഈ വീഡിയോയിൽ അത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ചെയ്തിട്ടുള്ള സർജറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലുകാർ പുറത്തു വിടില്ല. ആദ്യം തന്നെ മൈ ഡിയർ ജാസി, ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താണ്? കാരണം ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പെർട്ടിക്കുലർ ആളുടെ അക്കൗണ്ടിലിട്ട വീഡിയോയിൽ ആൾ ചെന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ റെനെ മെഡിസിറ്റിയിലോട്ട് വിളിക്കുന്നു. അവരോട് ചോദിക്കുകയാണ് ജാസി എന്ന് പറയുന്ന ആൾ അവിടെ വന്ന് ചെയ്തിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് ആ മെഡിക്കൽ സൈഡിലെ ടീം ഒരിക്കലും പറഞ്ഞിട്ടില്ല ജാസി എന്ന് പറയുന്ന വ്യക്തി ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഇന്ന സർജറി ചെയ്തു എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ നല്ല ആർക്കും പറയാൻ പറ്റില്ല. ഐ വർക്ക് സെൻറ്റർ ഇൻ മെഡിക്കൽ, ഞാനൊരു മെഡിക്കൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിക്കൽ എത്തിക്സും ഞങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പല പേഷ്യൻറ്റും നമുക്കറിയുന്ന നമ്മുടെ അടുത്തുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്ത് അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമ്മൾ പറയില്ല. പക്ഷെ പകരം അവരവിടുന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, റെനെ മെഡിസിറ്റിയിൽ ബോട്ടം സർജറി ഇല്ല എന്നുള്ളൊരു സാധനമാണ് ആര് പറഞ്ഞത്, അവരവിടെ പറഞ്ഞത്. അത് പറയും. ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അവിടെ ഇന്ന സാധനത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ അവർ അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ബോട്ടം സർജറിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ജാസി എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും നാട്ടുകാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജാസി ചെയ്തത് ബോട്ടം സർജറി ആണ് എന്നുള്ളത്. പക്ഷേ സർജറിയുടെ ഏകദേശമുള്ളൊരു രൂപം കണ്ട സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി ഇത് ബോട്ടം സർജറി അല്ല, വേറെ എന്തോ ടോപ്പ് സർജറി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു അതെ, ഇവിടെ
ബോട്ടം സർജറി ഇല്ല. അതിന് ജാസി എന്തിനാ ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നതെന്ന് അറിയില്ല. ടോപ്പ് സർജറിയാണ് ചെയ്തതെങ്കിൽ ഞാൻ ടോപ്പ് സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ, വിഷയം കഴിഞ്ഞില്ല കുഞ്ഞാടേ. എന്തിനാണ് വെറുതെ ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നേ? ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ റെനെ മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റെനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത്. ഹലോ അപ്പോൾ ഇയാൾ അതെ ഹലോ റെനെ മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി. അതെന്ത് സർജറിയാണ്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അത് റെനയാന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. സോ ജാസി ഈ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്തത്, ഈ പെർട്ടിക്കുലർ വ്യക്തി, ഈ വ്ളോഗിൽ അപ്ലോഡ് ചെയ്ത വ്യക്തി കോണ്ടാക്റ്റ് ചെയ്തത് റെനെ മെഡിസിറ്റിനെ അല്ല, ഫേക്ക് ആയിട്ടുള്ളൊരു കോള് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. ആൻഡ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഡീറ്റെയിൽസ് കൊടുക്കില്ല എന്നൊരു സാധനമാണ് ജാസി ഇവിടെ പറഞ്ഞത്. പിന്നെ രാവിലെ തന്നെ ആളുടെ പെർട്ടിക്കുലർ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ആ കോളിൻ്റെ റെക്കോർഡിംഗ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ആ റെക്കോർഡിങ്ങിലോട്ട് പോവാം. നമസ്കാരം മാഡം, നമസ്കാരം. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ട് വിളിച്ചാണ്. നമ്മുടെ ഒരു ആഷി എന്ന് പറയുന്ന ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, അവിടെ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വിളിച്ചാണ്. അത് ശരിക്കും എന്തായിരുന്നു? അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. കാരണം അതിന് കണ്ടമാനം വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ കൂടിയാണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹലോ മാഡം, പറഞ്ഞോളൂ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല സാർ. ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് സെക്ഷൻ ആണല്ലോ. അല്ല, അവിടെ ഒന്ന് അറിയാൻ വേണ്ടി പറ്റുമോ? കാരണം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് റെനെ മെഡിസിറ്റിയുടെ പരസ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്കറിയാം. ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നത്. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇതാണ് കോൺവെർസേഷൻ. ഇതിലാൾ കോണ്ടാക്ട് നമ്പർ കാണിക്കുന്നുണ്ട്. ഈ നമ്പർ അടിച്ചു നോക്കിയാൽ അറിയാം ഇത് റെനെ മെഡിസിറ്റി ആണോ എന്നുള്ളത്. ജാസി പറഞ്ഞതുപോലെ കസ്റ്റമർ കെയർ കോൾ വന്നില്ല എന്ന് പറഞ്ഞു. ആ കസ്റ്റമർ കോളും ഈ ആൾ വീഡിയോയിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ചുരുക്കം വീഡിയോ ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ഈ ഒരു സാധനം മാത്രം 49 സെക്കൻഡ് ഉണ്ട്. എന്തിനാ അത്രയും പീസ് ഇടുന്നേ എന്ന് കരുതി ഈ നടുക്കിലുണ്ടായിരുന്ന ഈ അനാവശ്യ കോൺവെർസേഷൻ പുള്ളിക്കാരനെ ഒഴിവാക്കി വേണ്ട കോൺവെർസേഷൻ മാത്രം ഇട്ടതുകൊണ്ടാണ് ഈ ഒരു സാധനം കിട്ടാത്തത്. ഇപ്പോൾ കൺഫേം ആയല്ലോ, റെനെ മെഡിസിറ്റിയിലാണ് വിളിച്ചത്. അവരോട് ചോദിച്ച സമയത്ത് അവർ കൊടുത്ത റിപ്ലൈ ചെയ്ത് അവിടെ ബോട്ടം സർജറി ഇല്ല. നമുക്ക് ഇതേ കൺവേ ചെയ്യാനുണ്ടായല്ലോ. ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേക്കായിട്ട് പറയുകയാണ് അവിടെ ഒരു ബോട്ടം സർജറി നടന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. അതിനെന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വെച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ബാക്കി കേൾക്കാം. അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര റോങ് അല്ലേ അത് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് അപ്പോൾ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ വെർജിൻ അല്ലേന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയുക? അതേ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്രാൻസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് എന്താ പറയുക? പൊക്കി കാണിച്ചു കൊടുക്കണോ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പോൾ ഈവൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ അഡ്മിഷൻ സമയത്ത് പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പേഷ്യൻറ്റിനെ കാണാനുള്ള പെർമിഷൻ ഞങ്ങൾ കൊടുക്കൂ. ഇനി ഔട്ട്സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പേഷ്യൻറ്റിനെ കാണാൻ വരികയാണെങ്കിൽ അയാളോട് സംസാരിച്ച് അയാളുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ട് ഇവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ച് സംസാരിച്ച് അവർ പെർമിഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഇന്ന ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ച് 2 പേരും ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ കാണിക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലുകാരും ഡീറ്റെയിൽസോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. അവർ പറഞ്ഞത് അവരുടെ സ്ഥാപനത്തിൽ ബോട്ടം സർജറി ഇല്ല എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ സർജറിയുടെ ഒരു കാര്യം ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞു പറ്റേ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ പേഴ്സണൽ സ്പേസ് അത് പേഴ്സണലാണ്. ആ പേഴ്സണലിലോട്ട് ഇറങ്ങാനോ പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒന്നും ഈ ലോകത്ത് ഒരാൾക്കും അതിനുള്ള റൈറ്റും ഇല്ല, അവകാശവും ഇല്ല. ആൻഡ് ജാസി പറഞ്ഞൊരു ചോദ്യം ഈ സർജറി ആയി റിലേറ്റ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത് നമ്മളോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം യു ഹാവ് ദ റൈറ്റ് ടു സേ ഐ എം നോട്ട് റെഡി ടു സേ ദ ആൻസർ. അത് പറയാണ്ട് അതിന് ഫുള്ള് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ഫേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പം അത് 4 ആളെടുത്ത് സംസാരിക്കുമ്പം ഇങ്ങനെ സർജറീൻ്റെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് പറയുന്നത് എന്താണ്?
ആൻഡ് ഈവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും സർജറീനെ പറ്റി ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും ഞാൻ ടോപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ബോട്ടം ചെയ്തിട്ടുണ്ട്, ഞാൻ ടോപ്പ് മാത്രമാണ് ചെയ്തത്, ഞാൻ ബോട്ടം ചെയ്യാൻ നോക്കുകയാണ്, ഞാൻ ഒരുപാട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ബോട്ടം ചെയ്യണം. ഈവൻ ചില ആൾക്കാർ ഞാൻ ഈ സർജറിക്ക് സപ്പോർട്ടല്ല, എനിക്കത് മുറിച്ച് മാറ്റേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. സോ അതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോൾ, നിങ്ങളൊരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുമ്പോൾ പല ചോദ്യങ്ങളും പലരും ചോദിക്കും. ഇവൻ റിസെൻ്റ്ലി ഞാൻ ചെയ്ത രേണുസുധീൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു കോണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചോദിക്കും, പല സംസാരവും ഉണ്ടാവും, പല ഡിസ്കഷനും ഉണ്ടാവും. അതിന് റിപ്ലൈ കൊടുക്കണോ കൊടുക്കണ്ടേ, സംസാരിക്കണ്ടേ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ സർജറി റിലേറ്റ് ചെയ്തു, എൻ്റെ സർജറി പേഴ്സണൽ കാര്യമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർജറി എത്ര പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അത് പേഴ്സണലായി വെക്കണം. സർജറിക്ക് പോകുന്നതിന് മുമ്പ് വീട് തൊട്ട് സർജറിക്ക് പോകുന്നത്, ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന കാര്യം, സർജറി കഴിഞ്ഞ് ഇറങ്ങിയത്, അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ പോലെ ഒപ്പി സോഷ്യൽ മീഡിയയിൽ സ്വന്തം പ്രൊഫൈൽ ഇട്ട വ്യക്തി ജാസിയാണ്. അപ്പോൾ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പ്രൈവറ്റായി വെക്കണ്ടേ? അത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടത്? അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടിട്ട് വീഡിയോസാക്കി റീച്ചാക്കി വ്യൂ കിട്ടി അത് കാണുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോഴേക്കും അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്കഷനോ വർത്താനോ ഉണ്ടാവില്ല. അവിടെ പ്രൈവറ്റായി വെക്കാണ്ട് പബ്ലിക്കാക്കി വെച്ച് അതിനെ ചോദിക്കുമ്പം അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറയുന്നത് എന്ത് എത്തിക്സാന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. പൊക്കിയിട്ടെല്ലാം കാണിച്ചിരുന്നോ? ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല, ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്താലാണ് ആൾക്കാർക്ക് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കണ്ട. നമുക്ക് എന്ത് നിർബന്ധമാണത്? ഒരു നിർബന്ധമില്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണർ നമ്മളെ കൂടെയുണ്ട്, നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകൾ ഹാപ്പിയാണ്, അവർ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നാട്ടുകാരുടെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവരത് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ജാസ്മിൻ നീ ഏത് സർജറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? തിരിച്ച് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ നിങ്ങൾ വെർജിൻ ആണെന്ന് ചോദിച്ചാൽ അവിടെ എന്താ പറയാ? അയ്യോ ഞാൻ വെർജിൻ അല്ലാന്നോ? അതേപോലെ തന്നെയാണ് ഒരു ട്രാൻസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നതെങ്കിൽ പറയണ്ട, അതുപോലെ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആരും ചെന്നിട്ട് ജാസി സർജറി ചെയ്തോ, ജാസി റെനെ മെഡിസിറ്റി പോയോ, സർജറിക്ക് ശേഷമുള്ള ജാസിയുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, ഇതൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മറ്റൊരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സ്പേസ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അല്ലേ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇതൊന്നും നെവർ മൈൻഡ് ചെയ്യണം, ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഡിസ്കഷൻ ഉണ്ടാവട്ടെ, അവർ കോണ്ടന്റ് ഇട്ടിട്ട് അവർ വീഡിയോ ചെയ്യട്ടെ, എന്നെ അത് ബാധിക്കില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് എന്നെ പോകണം. ഇത് അങ്ങനെ ഇട്ട് പോവില്ല, ആൾക്കാരിട്ട് പറയുകയും ചെയ്യരുത്, എന്നാൽ ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറയുന്നത് എന്ത് പ്രിൻസിപ്പിളാണെന്ന് അറിയില്ല. ഇവിടെ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ള ആളാണ്, അത്യാവശ്യം നല്ല ഫാൻ. ഈവൻ ബാക്കി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് അധികം ടൈം എടുത്തിരുന്നെങ്കിൽ ജാസിയിൽ അത്ര ടൈമൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച്, ഇവൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എനിക്കും പേഴ്സണലി ഇഷ്ടമാണ് ആളുടെ ഡ്രസ് സെലക്ഷൻ ആണെങ്കിലും ആളുടെ ആക്സസറീസ് ആണെങ്കിലും ഒക്കെ നമ്മളൊരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ജാസീൻ്റെ ഹേറ്റ് ജാസി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ജാസി തന്നെ പല പ്ലാറ്റ്ഫോമിലും വന്ന് പലതും പറഞ്ഞ് പലതും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇവൻ റിസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയും കൂടി ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ ഹെയ്തി സാദിയ ജാസി വിഷയം അറിയാലോ. ഹെയ്തി സാദിയ തന്നെ ആളുടെ അക്കൗണ്ടിൽ വന്ന് ജാസീനെ കുറ്റം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹെയ്തി സാദിയ തന്നെ ജാസീനെ കയറി തോളത്ത് കൈയിട്ട് നടന്ന്. അപ്പം ഇതൊക്കെ ഒരു വളരെ കോമൺ ആയ ഈഗോയാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാനാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മളുടെ ലവ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും, ലോകത്തുള്ള എല്ലാവരും നമ്മൾ വെറുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടാലും വെറുത്താലും ഐ നെവർ കെയർ, ഐ ലിവ് മൈ ലൈഫ്, ഐ ലിവ് ഹാപ്പിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ ഒരു സാധനം കാണിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ ഈ 2 നുണകൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ജാസി ഇപ്പം പല ആൾക്കാരുടെ അടുത്തും സർജറി റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിനെങ്ങനെ മെഴുകുന്നത് ഈ 2 പോയിന്റ് വെച്ചിട്ടാണ്. ആ 2 പോയിന്റ് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.